വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാൽ സ്കീമാറ്റിക് നമ്മൾ കൺവേർട്ട് ചെയ്ത് PCBയിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ നോക്കി. ആൻഡ് അതിനുശേഷം നമ്മൾ 3D മോഡലിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാനും നമ്മൾ നോക്കിയായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതിൻ്റെ പേരാണ് ഡിസൈൻ റൂളും പിന്നെ DRCയും, ഡിസൈൻ റൂൾ ചെക്കും. സോ നമ്മളൊരു PCB വരയ്ക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട്, കുറേ റൂൾസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു ട്രാക്ക് വരച്ചു, അപ്പോൾ ഈ ഒരു ട്രാക്കും തമ്മിലുള്ള മിനിമം ക്ലിയറൻസ് എത്ര വേണം, അതൊരു ഡിസൈൻ റൂളാണ്. പിന്നെ ഈ ട്രാക്കിൻ്റെ വിഡ്ത്ത് ഇപ്പോൾ 0.25 ആണ്. അപ്പോൾ ഞാൻ പറയാം 0.25 അല്ല 0.5 വേണം ഡിസൈൻ, ലൈക്ക് എൻ്റെ ഒരു ഡിസൈൻ റൂൾ അനുസരിച്ച് 0.5 വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഡിമാൻഡ് വരുമെന്ന് വിചാരിച്ചു. മേ ബി അത് ചിലപ്പോൾ ഡിമാൻഡ് ആവാം, അതിൽ പറയുന്നതാവും, ചിലപ്പോൾ റിക്വയർമെൻറ്റ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ കറണ്ട് കൺസപ്ഷൻ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ട്രാക്കിൻ്റെ വിഡ്ത്ത് കൂടും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെയും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പല പല ഇലക്ട്രിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ വിഡ്ത്തും കാര്യങ്ങളൊക്കെ കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതൊരു ഡിസൈൻ റൂൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് എപ്പോഴും. പിന്നെ നമുക്ക് ഈ ഒരു ക്ലിയറൻസ് മീൻസ് കോമ്പണൻസിൻ്റെ ഈ ഒരു പാഡും കോമ്പണൻ്റ് തമ്മിലുള്ള ക്ലിയറൻസ്, ഇതൊക്കെ ഓരോ ക്ലിയറൻസാണ്, ഇതൊക്കെ ഓരോ ഡിസൈൻ റൂളുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഡിസൈൻ റൂളുകളും കാര്യങ്ങളൊക്കെ ഫോളോ ആയിട്ടില്ലെങ്കിൽ അത് എറർ കാണിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടുത്തെ ഡിസൈൻ റൂൾ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് എന്താ, ട്രാക്കിൻ്റെ വിഡ്ത്ത് 0.254 മിനിമം ആയിരിക്കണം, ക്ലിയറൻസ് ഇത്ര ആയിരിക്കണം, വയ ഡയമണ്ട് ഇത്ര ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് പാലിച്ചിട്ടില്ലെങ്കിൽ ഇത് സംഭവിക്കും, എറർ സംഭവിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ഒന്നും ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാനൊരു DRC ചെക്ക് ചെയ്യുക, ഞാൻ DRC ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ ഗ്രൗണ്ടൊക്കെ കറക്റ്റാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ക്ലിയറൻസ് 0.153 ആയിരുന്നു ഇല്ലേ. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ ഭയങ്കര അടുത്തോട്ട് കൊണ്ടുവച്ചെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടോ അപ്പോൾ ഒരു എറർ കാണിക്കും. ഞാനിത് DRC ചെക്ക് ചെയ്യുമ്പോഴും എറർ കാണിക്കും, ക്ലിയറൻസ് ഇല്ലെന്ന് പറഞ്ഞിട്ട്, കാരണം ഇത് തെറ്റാണ്. കണ്ടോ, അപ്പോൾ ഇതൊക്കെയാണ് ഡിസൈൻ റൂൾ ചെക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഇത് ചെയ്യുമ്പോൾ, PCB ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും DRC ചെക്ക് ചെയ്തിട്ട് PCB ഫാബ്രിക്കേഷന് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഓക്കെ, ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ റൂൾ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, എനിക്ക് ഈ ഗ്രൗണ്ടിൻ്റെ ട്രാക്ക് എപ്പോഴും 1 mm ആയിരിക്കണം. എവിടെ ഞാൻ ഗ്രൗണ്ട് വരച്ചാലും അതിൻ്റെ വിഡ്ത്ത് എനിക്ക് എപ്പോഴും 1 mm വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഡിസൈൻ റൂൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മളവിടെ ഡിസൈൻ റൂൾ എടുത്തതിന് ശേഷം ആഡ് കൊടുക്കുക. എന്നിട്ട് ഞാൻ റൂളിൻ്റെ പേര് കൊടുത്തു ഗ്രൗണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞു ട്രാക്കിന് വിഡ്ത്ത് 1 വേണം, ബാക്കി ക്ലിയറൻസ് ഞാൻ 0.2 ആക്കിയെന്ന് വിചാരിച്ചു. ബാക്കി ഇതൊന്നും മാറ്റാൻ നിൽക്കണ്ട, 0.61 കിടക്കട്ടെ, 0.305 ഇതും സെയിം ആയിട്ട് കിടക്കട്ടെ. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ ഒരു റൂള് എവിടെ വേണം, എനിക്ക് ഇവിടെ വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ഈ ഡിഫോൾട്ട് മാറ്റിയിട്ട് റൂള് ഞാൻ ഗ്രൗണ്ടിൽ നിന്ന് കൊടുക്കും, അപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ എനിക്ക് റിഫ്ലക്റ്റ് ആവും. എന്നിട്ട് ഞാൻ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ റൂൾ അവിടെ സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിസൈൻ റൂൾ നോക്കിയാൽ മതി, ഇവിടെ കിടക്കുമായിരിക്കും. ആൻഡ് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്ലൈ ഡിസൈൻ റൂൾ വൈൽ റൂട്ടിങ് ആൻഡ് ഓട്ടോ പ്ലേസിങ്. അതും കൂടെ ക്ലിക്ക് ചെയ്തത് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ എവിടെ ഗ്രൗണ്ട് വരച്ചാലും അതിൻ്റെ വിഡ്ത്ത് നമുക്ക് എത്ര ആയിരിക്കും, 1 mm ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾ ക്ലിയറൻസ് ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ എറർ കാണിക്കും. ആൻഡ് ഇത് കണ്ടോ, ഇതൊരു മിനിമം ക്ലിയറൻസ് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ആ 2 ലൈൻ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്കിനി ലൈക്ക് ഒരു ക്ലിയറൻസിൻ്റെ ഭാഗത്ത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ സപ്പോസ് ഇതെല്ലാം ചെയ്തു. ഓക്കെ, ഞാൻ ഇവിടെ എല്ലാം കണക്ട് ചെയ്തു, ഗ്രൗണ്ട് എല്ലാം കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇതെല്ലാം ഞാൻ തൽക്കാലം ഇത്രയും ചെയ്ത് വെച്ചേക്കുക, വേറെ ഒന്നും കണക്ട് ചെയ്യുന്നില്ല, എല്ലാം ഒന്നും കണക്ട് ചെയ്യുന്നില്ല, കുറച്ച് കണക്ഷൻസ് കണക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പോൾ 2-3 കണക്ഷൻസ് അവിടെ ഇൻകംപ്ലീറ്റാണ്. ഇത് നോക്കുക, ഞാൻ DRC ചെക്ക് ചെയ്യുമ്പോൾ DRC ചെയ്യുമ്പോൾ ഇതൊക്കെ മിസ്സിങ് ആണെന്ന് കാണിക്കും. കണ്ടോ, അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും DRC ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, DRC ചെക്ക് ചെയ്ത് തെറ്റാണെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഞാനത് ലെയർ മാറ്റി ഇപ്പോൾ ഞാൻ DRC വേണമെങ്കിൽ ലൈക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഗ്രൗണ്ട് ആണെങ്കിൽ ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഏത് കണക്ഷനാണോ വിട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ ഡിസൈൻ റൂൾ പാലിക്കാത്തത്, അത് നമുക്ക് ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ റെക്ടിഫൈ ചെയ്താൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അവിടെ ഗ്രൗണ്ട് ഞാൻ വരയ്ക്കുക, ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ എടുത്ത് എല്ലാത്തിൻ്റെ ജസ്റ്റ് ഞാനൊരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി പെട്ടെന്ന് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതെല്ലാം കണക്ട് ചെയ്തു, ഇതും എല്ലാം കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഒന്നുകൂടി DRC നോക്കാം. DRC 0 ആയി, കണ്ടോ.
ഇങ്ങനെ നമ്മൾ DRC ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ DRC ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ് PCB ഡിസൈൻ ചെയ്യുമ്പോൾ. സോ എല്ലാ പ്രാവശ്യവും PCB ഡിസൈൻ ചെയ്തതിന് ശേഷം DRC ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആക്കാൻ കാരണം അത് ഓർമ്മ വയ്ക്കാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.